ഏവരെയും മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് എവിടെ നിന്ന് വാർത്തകൾ കിട്ടുന്നുവെന്ന് പലരും സംശയം ഉന്നയിക്കാറുണ്ട്. ആ ചോദ്യത്തിന് അത്ര വലിയ പ്രസക്തിയൊന്നുമില്ല എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ലോകത്തുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യൂതപക്ഷ ചാനലുകൾ കാണുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകണമെന്നില്ല. അവർ എന്നെ തെറിവിളിക്കുകയും ഞാൻ പറയുന്ന യാഥാർത്ഥ്യം കേട്ടുകൊണ്ട് അവർക്ക് വിഷമം തോന്നുകയൊക്കെ ചെയ്യും. എന്നെ സംബന്ധിച്ച് ഏറ്റവും സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ വാർത്ത അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുന്നുമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും മിഡിൽ ഈസ്റ്റിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് തന്നെയാണ്. അതിൽ നിന്ന് മാന്യമായി അവർക്ക് നാണക്കേടില്ലാതെ രക്ഷപ്പെടാൻ അവർ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുകയും ആളുകളെ കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ ഇവർ തീർന്നുവെന്ന് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കപ്പെടും. അത് ഭയന്നുകൊണ്ടാണ് ഇപ്പോഴും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമായ പ്രയോജനം അവർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കയ്യിൽ ഒതുങ്ങാത്ത വിധം പിടിവിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഈ അമേരിക്കയും ഇസ്രായേലിനും ഒക്കെ എതിർക്കുന്ന കാര്യത്തിൽ ഏതാണ്ട് ഒറ്റക്കെട്ട് തന്നെയാണ്. നേരിൽ മുന്നിൽ എത്തുന്നില്ലെങ്കിൽ പോലും അവർ പിന്നിൽ നിന്ന് ഇതിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് സാമ്പത്തികമായും മറ്റു വിധത്തിലുമെല്ലാം യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് ഇവരുടെ എല്ലാം നിലപാട്. പ്രത്യക്ഷത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് തോന്നിയെങ്കിൽ പോലും അവർ പിന്നിലൂടെ ശരിക്കും ഈ അമേരിക്കയ്ക്കെതിരായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇക്കാര്യം അമേരിക്കയ്ക്കും അറിയാമെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അവർ മറുപക്ഷത്തുള്ള ഇറാനെയും ഹൂത്തികളെയും ഹമാസിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. യുദ്ധം കൂടുതൽ രൂക്ഷമാകുമ്പോൾ ഇറാൻ മാത്രമല്ല ഹൂത്തികൾക്കും ഇപ്പോൾ ആയുധങ്ങൾ നൽകുന്നത് ചൈനയാണ് എന്നാണ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത്. അതിന് കാരണം അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുന്നതിൻ്റെ ഹൂത്തികളുടെ കൃത്യതയും വേഗതയും ചൈനീസ് ആയുധങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ളതാണ് എന്നാണ് അമേരിക്കൻ സൈന്യം കണ്ടെത്തിയിരിക്കുന്നത്. ചൈനയുടെ മേൽ അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം പസഫിക് സമുദ്രത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ഏതാണ്ട് ഒരു ഏറ്റുമുട്ടലിന്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇരുപക്ഷത്തെയും കപ്പലുകൾ അവിടെ നിരന്നിട്ടുണ്ട്. കേവലം സൈനികാഭ്യാസത്തിനാണെന്ന് ഇരുകൂട്ടരും പറയുന്നുണ്ടെങ്കിലും ഒരു ഏറ്റുമുട്ടലിന്റെ സാധ്യത അവിടെ വളരെയധികം തെളിഞ്ഞു വരികയാണ്. അക്കാര്യം ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഇപ്പോൾ ചെങ്കടലിലെ ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത്. യമനിൽ അമേരിക്ക മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ആക്രമണം നടത്തിയതിലൂടെ 74-ലധികം ആളുകൾ ഇന്നലെ കൊല്ലപ്പെടുകയും 100-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ ചെങ്കടലിൽ ഹൂത്തികളും അമേരിക്കൻ സൈന്യവുമായി അതിരൂക്ഷമായ പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ 2 അമേരിക്കൻ യുദ്ധക്കപ്പലുകളാണ് യമനെ നേരിടാൻ ചെങ്കടലിലുള്ളത്, ഹാരി എസ് ട്രൂമാനും കാൾ വിൻസൺ. ഇതിൽ അമേരിക്കയുടെ അഭിമാനമായ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ഇതിനകം തന്നെ ഹൂത്തികൾ തകർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. ഈ കപ്പലിന്റെ നേർക്ക് 30-ലധികം ആക്രമണങ്ങളാണ് ഇതിനകം ഹൂത്തികൾ നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണങ്ങളിൽ കപ്പലിന്റെ പല ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്. 2 ആയുധമുറികളുടെ പുറം ഭിത്തികളും കപ്പലിന്റെ മുകളിലുള്ള ഒരു പ്ലാറ്റ്ഫോമും പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. തന്നെയുമല്ല, പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന പല യുദ്ധവിമാനങ്ങൾക്കും കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ പുറംചട്ടയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അതുവഴി പുറംചട്ടയ്ക്കുള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പല ചട്ടക്കൂടുകൾ ഉള്ളത് കൊണ്ട് ഈ കപ്പലിന്റെ ഉള്ളിലേക്ക് കൂടുതൽ വെള്ളം കയറണമെന്നൊന്നുമില്ല. എന്നാൽ ഏറെ നാൾ ഈ കപ്പലിനെ ഹൂത്തികളോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തിരിച്ചു പോകാൻ പോലും കഴിയാത്ത വിധം ഹാരി എസ് ട്രൂമാൻ എന്ന കപ്പൽ ചെങ്കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ മറ്റൊരു കപ്പൽ കൂടി അടുത്ത് തന്നെ എത്തിച്ചേരാനും സാധ്യതയുണ്ട്. ഈ ഹാരി എസ് ട്രൂമാൻ എന്ന ഈ കപ്പലിന്റെ തകർന്ന ഭാഗങ്ങളുടെ ചില ചിത്രങ്ങൾ രഹസ്യമായി പുറത്തു വന്നതോടെ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 13 ഈജിപ്തിലെ പോർട്ട് സൈദിന് സമീപം ഒരു ചരക്ക് കപ്പലുമായി കൂട്ടിയിടിച്ചാണ് കപ്പലിന് ഇങ്ങനെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കപ്പലിന് പൂർണ്ണമായും ഒരു യുദ്ധത്തിന് പ്രാപ്തിയുണ്ട്. ഈ കപ്പലിൽ നിന്നും വിമാനങ്ങൾ ഇപ്പോൾ പറക്കാൻ കഴിയുന്നുണ്ട്. വേണ്ടി വന്നാൽ ഇതിനെ നോർവേയിലേക്ക് കൊണ്ടുപോയി അവിടെ കുറച്ച് അറ്റകുറ്റ പണികളൊക്കെ തീർത്തുകൊണ്ട് വീണ്ടും തിരിച്ച് ചെങ്കടലിലേക്ക് കൊണ്ടുവരും എന്ന് കപ്പലിലെ കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ ഡേവ് സ്നോഡർ പറയുന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായി നമ്മൾ പറയേണ്ടത്, ഒരു യുദ്ധക്കപ്പൽ ഒരു ചരക്ക് കപ്പലുമായി കൂട്ടിയിടിച്ച് മാരകമായി പരിക്ക് പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ്. അതൊരു വലിയ തമാശയാണെന്നാണ് നിരൂപകർ തന്നെ പറയുന്നത്. 1000-2000 കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ കപ്പലിന് നേരെ വരുന്ന മിസൈലുകളെയും
വെള്ളത്തിനടിയിലൂടെ വരുന്ന ആക്രമണങ്ങളെയും കാണാൻ കഴിയുകയും അതിനനുസരിച്ച് കപ്പലിനെ രക്ഷപ്പെടുത്തുകയും തിരിച്ച് ആക്രമിക്കാനും കഴിയുന്ന സൂക്ഷ്മമായ റഡാർ സംവിധാനങ്ങളുള്ള യുദ്ധക്കപ്പൽ തൊട്ടടുത്ത് വരുന്ന ഒരു വലിയ ചരക്ക് കപ്പൽ കൂട്ടിമുട്ടുന്നത് വരെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അതിലെ യാഥാർത്ഥ്യം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു വലിയ ചരക്ക് കപ്പൽ കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതിന്റെ റഡാർ സംവിധാനങ്ങൾ ഉള്ളതെങ്കിൽ ഒന്നോ രണ്ടോ ബോട്ടിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് പണ്ടേ ഹൂത്തികൾ ഈ കപ്പൽ വെള്ളത്തിനടിയിലേക്ക് വിട്ടേനെ. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂട്ടിയിടിച്ചല്ല ഈ കപ്പലിന് പരിക്കുണ്ടായത് എന്നുള്ളതാണ്. കപ്പലിന്റെ പല ഭാഗങ്ങളും പൊളിഞ്ഞിട്ടുണ്ട്. അത് പല തവണയുള്ള ആക്രമണങ്ങളിലൂടെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ 30 തവണ ഹൂത്തികൾ ഈ ഹാരിയസ് ട്രൂമാൻ എന്ന കപ്പലിനെ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട്. അതിൽ പലതും ഈ കപ്പലിനെ പരിക്കേൽപ്പിച്ചിട്ടുമുണ്ട്. ഇത് ഞാൻ മറ്റു വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒന്നും യുദ്ധവാർത്തകൾ അവർ സെൻസർ ചെയ്തുകൊണ്ട് പുറത്തേക്ക് വിടില്ല എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് ഇതും. അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളൊന്നും അവർ പുറത്ത് പറയാറില്ല. പകരം ഈ യമനിലും അതല്ലെങ്കിൽ ഈ ഗസയിലുമൊക്കെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ വളരെ വലിയ തലക്കെട്ടോടുകൂടി ഇത്രയധികം ആൾക്കാരെ കൊലപ്പെടുത്തി എന്ന് അവർ പരസ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വലിയ വലിയ ആയുധങ്ങളും ആകാശത്തൂടെ ആക്രമിക്കാൻ കഴിവുള്ളവനെ സംബന്ധിച്ച് താഴെ ടെന്റുകളിൽ കഴിയുന്ന ആൾക്കാരെ ബോംബിട്ട് കൊല്ലുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമൊന്നുമല്ല. നേർക്ക് നേർ ശക്തിയുള്ളവരുമായി ഏറ്റുമുട്ടുമ്പോഴാണ് അതൊരു യുദ്ധമായി മാറുന്നത്. ഹൂത്തികളെ സംബന്ധിച്ച് അവർ അമേരിക്കയുമായി കടുത്ത യുദ്ധത്തിൽ തന്നെയാണ്. യമന് നേരെ എത്ര കഠിനമായ ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയിട്ടും ഈ ഹൂത്തികൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് മാറാതെ അവർ വീണ്ടും വീണ്ടും ഈ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയും ഇസ്രായേലിനെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും അവർ ഇസ്രായേലിൻ്റെ ബെൻഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമാക്കിക്കൊണ്ട് വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിക്കൊണ്ട് അവിടെ വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ വിമാനത്താവളത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൂ, ബാക്കി എല്ലാവരും തകർത്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെയും ആക്രമണം നടത്തി ഈ വിമാനത്താവളം ഏതാണ്ട് ശരിയാക്കി അവന്മാർ കയ്യിലെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകം തന്നെ അമേരിക്കയുടെ 20 M90 ഡ്രോണുകളാണ് ഹൂത്തികൾ തകർത്ത് കളഞ്ഞിട്ടുള്ളത്. ഒരു ഡ്രോണിൻ്റെ വില $33 മില്യൺ ഓർക്കണം. അങ്ങനെ തന്നെ ഏതാണ്ട് $660 മില്യൺ ഈ അടുത്ത കാലങ്ങളിലായി അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പുതിയ വ്യാപാര നിയന്ത്രണത്തിലൂടെ ദിവസവും $2 ബില്യൺ കിട്ടുന്നുണ്ട് എന്നാണ് ട്രംപ് അടുത്തിടെ വാചകടിച്ചത്. എന്നാൽ 2 അല്ല 20 ബില്യൺ ഡെയിലി കിട്ടിയാൽ പോലും ഇതെല്ലാം ഈ ചെങ്കടലിൽ ഇവർക്ക് കലക്കി കളയാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം ഒരു വിധത്തിലും പിന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ചെങ്കടലിൽ കടുത്ത ആക്രമണമാണ് അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നിർബന്ധമായും ചെങ്കടലിൽ ഇടപെട്ടേ കഴിയൂ. അത് നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഈ ഉള്ള 2 കപ്പലുകളും മുങ്ങിപ്പോവും. ഇനി അതിനെ പോലും രക്ഷപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ കപ്പലും എടുത്തുകൊണ്ട് പോകാനും കഴിയില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ കൂടുതൽ പരിഹസിക്കപ്പെടും. കാരണം അമേരിക്ക വന്ന യുദ്ധക്കപ്പലുകളെല്ലാം ഭയന്ന് തിരിച്ചു പോയി എന്ന ഒരു ചീത്തപ്പേരുണ്ടാവും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഉമ്മാർ ഈ കപ്പൽ അവിടെ ഇട്ടിരിക്കുന്നത് തന്നെ. എന്നാൽ ഈ കപ്പലിനെ ദിവസവും യൂത്തുകൾ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹാരിയസ് ട്രൂമാൻ എന്നുള്ളൊരു കപ്പൽ മിക്കവാറും വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ തന്നെയാണ് സാധ്യത വളരെ കൂടുതൽ. എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല, അത്ര ഒരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. കാരണം 1-2 ദിവസം പോരല്ലോ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി. അത് തന്നെയല്ല, മറ്റൊരു കപ്പൽ പകരം വരികയും ചെയ്യണം. ഈ കാൾ വിൻസൺ എന്ന കപ്പലിനെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് ഈ ഹാരിയസ് ട്രൂമാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് വലിയ അപകടം തന്നെയാണ്. കാരണം ഈ കാൾ വിൻസൺ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഈ ഹൂത്തുകളുമായിട്ട് ഏറ്റുമുട്ടി കുറേ പരിക്കൊക്കെ പറ്റി തിരിച്ചു പോയി അവന്മാരെ നന്നായിക്കൊണ്ട് വന്നതാണ്. വീണ്ടും ആ കപ്പലിനെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമാകും. ഈ നഷ്ടങ്ങൾക്ക് പുറമെ വെറും 3 ആഴ്ചകൾ കൊണ്ട് $200 മില്യൺ മൂല്യമുള്ള യുദ്ധോപകരണങ്ങളാണ് ഈ അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ ഈ 2 യുദ്ധക്കപ്പലുകൾക്കുള്ള ചിലവ്, പിന്നെ B-2 ബോംബറുകളും, അതുകൂടാതെ മറ്റ് യുദ്ധവിമാനങ്ങൾ, അങ്ങനെ ഒരുപാട് ആയുധങ്ങൾ ഈ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് വൻ നഷ്ടമാണ് ഇതിനകം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചെലവുകളെല്ലാം കൂടി അമേരിക്കയെ പാപ്പരാക്കും എന്നുള്ളതാണ് വാസ്തവം. എത്ര വലിയ സമ്പന്ന രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ പോലും താങ്ങാൻ കഴിയാത്ത ചെലവുകൾ വന്നു കഴിഞ്ഞാൽ ഏതൊരു രാഷ്ട്രവും പാപ്പരായി പോവില്ലേ? പ്രധാനമായി യുദ്ധ ചെലവുകൾ എന്ന് പറഞ്ഞാൽ ആർക്കും കണക്ക് കൂട്ടാൻ കഴിയില്ല. എപ്പോൾ എങ്ങനെയാണ് നശിക്കുന്നതെന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. ഇവർ അമേരിക്കയെ സംബന്ധിച്ച് പിന്മാറാനും കഴിയില്ല. അങ്ങനെ ഒരു വല്ലാത്ത കുടുക്കിലാണ് ഇവർ പെട്ടുകിടക്കുന്നത്. യുദ്ധം നിർത്തി പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഏതായാലും വന്ന് ചാടിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ശരിക്കും ഈ പശ്ചിമേഷ്യയിൽ യുദ്ധത്തിലൂടെ കുടുങ്ങിക്കിടക്കുകയെന്ന് പറയാൻ കാരണം.
ഈ ഹൂത്തികളെ സംബന്ധിച്ചാണെങ്കിൽ അമേരിക്കയുമായി കമ്പയർ ചെയ്യുമ്പോൾ വെറും നിസ്സാരമായ ചെലവുകളുള്ള ഡ്രോണുകളും മിസൈലും വെച്ചാണ് അമേരിക്കയുടെ ഈ വൻ വിലയുള്ള ആയുധങ്ങളെ നേരിടുന്നത്, അതിനെ തകർത്ത് കളയുന്നതെന്ന് മനസ്സിലാക്കണം. ട്രംപ് കൂടുതൽ പരാക്രമത്തോടെ യമനെ ആക്രമിക്കാൻ കാരണവും ഇതൊക്കെ തന്നെയാണ്. ഈ ചെങ്കടലുള്ള ഹാരി എസ് ട്രൂമാനെ രക്ഷിക്കാനാണ് ഈ കാൾ വിൻസൺ എന്ന കപ്പൽ അടുത്ത ദിവസം വന്നു ചേർന്നിട്ടുള്ളത്. എന്നാൽ ഈ കപ്പലിന് നേരെ ഇപ്പോൾ ഹൂത്തികൾ അതിഭീകരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണത്തിന് ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഹൂത്തികൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് കപ്പലിനും കൂടെ വൻ പരിക്കുകൾ വരില്ലെങ്കിൽ ഇത് രക്ഷയില്ലാത്ത രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് വൻ നഷ്ടമായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചില ചർച്ചകൾക്ക് ശേഷം അടുത്ത ചർച്ച എവിടെ നടക്കണം എന്നുള്ള ചില തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒമാനിൽ തന്നെ വീണ്ടും തുടർന്ന് നടത്തണമെന്ന് ഇറാൻ വാശി പിടിക്കുകയും എന്നാൽ അതല്ല റോമിൽ വെച്ച് നടത്തണം എന്ന് അമേരിക്ക പറയുകയും ചെയ്തു. അങ്ങനെ ചില തർക്കങ്ങളിൽ നിൽക്കുകയായിരുന്നു. അത് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. റോമിൽ വെച്ച് നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് രണ്ടു കൂട്ടർ എത്തിയിരിക്കുകയാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ റോമിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം വട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇതിൽ ഇറാൻ അനുകൂലമായ തീരുമാനങ്ങളൊന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കേണ്ടതില്ല. ആ ഒരു തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളതും ഇറാൻ വിശ്വസിക്കുന്നതും. അപ്പോൾ ഈ ചർച്ച ഇങ്ങനെ സമവായത്തിലെത്തില്ല, ഇവർ രണ്ടുപേരും ഒത്തുതീർപ്പിലെത്തില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ട്രംപ് ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് അതിമാരകമായ അതിഭീകരമായ ചില തയ്യാറെടുപ്പുകളും അമേരിക്ക നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ നീളം കൂടുന്നതുകൊണ്ട് ഞാനിതിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ അക്കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.